ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. അപ്പോൾ ഇന്ന് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസാണ് കേട്ടോ എടുത്തേക്കണേ. പിന്നെ ഞാൻ കുഞ്ഞപ്പൻ്റെ ഒരു ഫോട്ടോ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കാർഡ്ബോർഡിൽ നിന്നായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു ഫോട്ടോൻ്റെ സൈസിലാണ് നമുക്ക് വരച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അളവിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ 4 സൈഡിൽ ഇതുപോലെ 2 സെൻറ്റിമീറ്റർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോർഡറൊക്കെ വരച്ചെടുക്കില്ലേ, അതുപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ 2 സെൻറ്റിമീറ്റർ എടുക്കുന്നതേ ഉള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി അളവ് കൂട്ടിയൊക്കെ എടുക്കാം. ഒരു ഫ്രെയിമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പത്തിലുള്ള ഫ്രെയിമാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ബോർഡറിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന ആ ഒരു ഫോട്ടോൻ്റെ സൈസ് വേണമെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം. നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ആദ്യം ആ ഉള്ളിലുണ്ടായിരുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിന് പുറത്തേക്കുള്ള നമ്മൾ ബോർഡറായിട്ടൊന്ന് വരച്ചെടുത്തില്ലേ, അതുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഇതുപോലത്തെ ഒരു പീസാണ് കേട്ടോ കിട്ടണത്. ഇനി നമുക്ക് ആ കാർഡ്ബോർഡിൽ നിന്ന് വീണ്ടും ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ അളവിലൊന്ന് വരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒന്നുകിൽ നമ്മൾ ആദ്യം എടുത്ത ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ സെയിം സൈസിൽ തന്നെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിനും കുറച്ചുകൂടി സൈസ് കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാനായിട്ടുള്ളതാണ്. ഇനി നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റാണ് എടുക്കണേ. നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത ആ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അതുമേലായിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. പിന്നെ വേണമെങ്കിൽ കളർ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്താലും മതി കേട്ടോ. അടുത്തൊരു കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ബോർഡറിൽ നിന്നായിട്ട് നമ്മൾ 2 സെൻറ്റിമീറ്റർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് വരച്ചെടുത്തായിരുന്നു. എന്നിട്ട് ഇതുപോലെ ആ ഒരു ഫോട്ടോ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡ് പീസ് കൂടി ഒട്ടിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കൊരു കളർ പേപ്പറാണ് വേണ്ടത്. ഞാനിപ്പോൾ യെല്ലോ കളർ പേപ്പറാണ് എടുത്തേക്കണേ. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. അത് യൂട്യൂബിൽ കാണുന്ന രീതിയിലൊന്ന് മടക്കിയിട്ട് നമുക്ക് കുറച്ച് സർക്കിൾ ഷേപ്പിൽ വരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള കുറച്ച് പേപ്പർ ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതുപോലെ ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലവേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ പീസ് എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറേ പേർക്കൊക്കെ ഇത് ചെയ്യാനായിട്ട് അറിയായിരിക്കും. നമ്മൾ നേരത്തെ കുറേ ക്രാഫ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 രീതിയിൽ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നുകിൽ നമുക്ക് അങ്ങനെ ഫ്ലവർ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നായിട്ട് ചുരുട്ടി തുടങ്ങാം കേട്ടോ. നേരത്തെ സെൻറ്ററിൽ നിന്നായിട്ടാണ് എടുത്തത്, ഇപ്പോൾ നമ്മൾ അറ്റത്തുള്ള ഭാഗത്തു നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയത്. കാണാനായിട്ട് രണ്ടും ഏകദേശം സെയിം ആയിരിക്കും കേട്ടോ. പക്ഷേ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ടൊക്കെ കൂടുതൽ എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഒരു 8 പേപ്പർ ഫ്ലവറാണ് ഞാനിപ്പോൾ ചെയ്തേക്കണേ. ഇനി നമ്മുടെ ഫ്രെയിമിൻ്റെ സൈഡിലേക്കായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ ഇതുപോലെ 2 സൈഡിൽ മാത്രം ഒട്ടിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്.
ഞാനിപ്പോൾ ഇങ്ങനെ ഇത്രയും ഫ്ലവേഴ്സാണ് ഒട്ടിച്ചെടുത്തേക്കണേ. ഇനി നമ്മൾ റെഡ് കളർ അക്രിലിക് പെയിൻറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് കുത്തിട്ട് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ കംപ്ലീറ്റ് ഫ്ലവേഴ്സ് ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ OHP ഷീറ്റിൽ നിന്നായിട്ട് ഒരു കുഞ്ഞ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഫോട്ടോൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചില്ലേ, അതിന് മുമ്പ് വെക്കേണ്ടതായിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ, ഒരു അടിപൊളി ഫോട്ടോ ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.